ഹായ്, വെൽക്കം ടു ലിയ. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്ന ഒരു ഹെയർ കട്ടിംഗ് ആണ്. അപ്പോൾ ഈ കുട്ടി നമ്മളെ അടുത്ത് 2 ദിവസം മുമ്പ് ഒരു ഹെയർ കട്ടിംഗ് ആവശ്യപ്പെട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. മുടിയുടെ ഫോട്ടോ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്ത് സ്റ്റൈൽ വേണം എന്നുള്ളതും നമുക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് രാവിലെ ആ വർക്ക് ചെയ്തു. അപ്പോൾ അത് ചെയ്യുന്ന വിധമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഡെമോ കാണിച്ചിരിക്കുന്നത്. അതായത് കുറച്ച് ഫ്രീസി ആയിട്ടുള്ള ഒരു ഹെയർ ആണ്. കുറച്ച് ഡ്രൈനെസ് ഒക്കെ ഉണ്ട്. പിന്നെ അവൾക്കെന്ന് പറഞ്ഞാൽ അധികം ലെങ്ത് പോവാണ്ട് വെട്ടണം. അതായത് ഒരു കസ്റ്റമൈസ്ഡ് ലെയർ കട്ടാണ് അവരുടെ മനസ്സിലുള്ള ആഗ്രഹം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു സെമി കേളി ഹെയർ ആണിത്. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന വിധമാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു കസ്റ്റമർ ആദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹെയർ കട്ട് ഡിസൈഡ് ചെയ്യുന്നത് അവരുടെ ഫേസ് കട്ടിനനുസരിച്ചിട്ടാണ്. അതുപോലെ തന്നെ അവരുടെ ഹെയറിൻ്റെയും ഫേസ് കട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ അവർക്ക് ഹെയർ കട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ചേരുന്ന രീതിയിലാണ് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഈ ഹെയർ കട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെ വന്നപ്പോൾ തന്നെ നമ്മളത് നല്ല രീതിയിൽ ഷാംപൂ വാഷ് കൊടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഷാംപൂ വാഷ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആ ഹെയർ സെറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. പ്രത്യേകിച്ച് ഓയിൽ കണ്ടൻറ്റ് ഹെയറിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുടിവെട്ട് ഒട്ടും തന്നെ സൂട്ടാവത്തില്ല. അപ്പോൾ നല്ല രീതിയിൽ ഓയിൽ കളഞ്ഞ് റെഡിയാക്കി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഓരോരുത്തരുടെയും ഫേസ് കട്ടിനനുസരിച്ചിട്ട് പാർട്ടീഷൻ എടുക്കും. ചില പാർട്ടീഷനിൽ 6 മതിയാവും, ചിലതിൽ 4 മതിയാവും, ചിലത് 8, 9 അങ്ങനെയൊക്കെ പാർട്ടീഷൻ എടുക്കേണ്ടി വരും. അത് ഓരോരുത്തരുടെയും ഫേസ് കട്ടിനനുസരിച്ച് പാർട്ടീഷൻ എടുത്ത് നമ്മളത് കട്ട് ചെയ്തെടുക്കും. ഫ്രണ്ട് പോർഷനൊക്കെ അവരുടെ ഫേസ് കട്ടിനനുസരിച്ച് നമ്മളത് സെറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം മുടി നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് സിറമൊക്കെ അപ്ലൈ ചെയ്ത് അവർക്ക് വേണ്ടുന്ന അവരുടെ ഹെയറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതോടൊപ്പം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളുടെ ഹെയറിൻ്റെ ഒരു സ്റ്റൈൽ അനുസരിച്ചിട്ട് വെട്ടി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് ഹെയർ ഗ്രോത്തിന് പ്രചോദനം ആവുകയും ചെയ്യും. നല്ല സ്റ്റൈലായിട്ട് നമുക്ക് നമ്മുടെ ഹെയർ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഫ്രീസി ഹെയറൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഈ തരത്തിൽ, അതുപോലെ സെമി കേളി ഹെയറൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ഹെയർ സ്റ്റൈൽ വളരെ നല്ലതാണ്. അപ്പോൾ നല്ല രീതിയിൽ അത് മാനേജ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഈ കണ്ടോ, ഈ കുട്ടിക്ക് ചെയ്തിരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ വർക്ക് നമുക്കത് ഫിനിഷ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ല ഒരു കട്ടിങ് ആണിത്.